അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ശംസുൽ ഉലമയിൽ മാതൃകയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നൗഷാദും കുരുവട്ടൂരികളും ഊര് ചുറ്റുന്ന നമ്മളെല്ലാവരും കേൾക്കുന്നതാണ്. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ മശായിഖന്മാരെ നിർദ്ദേശപ്രകാരമേ ഒരു കാര്യം പറയുകയുള്ളൂ, അതുകൊണ്ടത് തെറ്റൂല, അത് സമൂഹത്തിൽ വലിയ സ്ഥാനം ലഭിക്കുന്ന വാക്കുകളാണ് എന്നാണ് ഈ കുരുവട്ടൂർ നൗഷാദ് അംഗീകരിക്കുന്നതും പറയുന്നതും. ആദ്യം നൗഷാദ് ശംസുൽ ഉലമയെക്കുറിച്ച് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. ശംസുൽ ഉലമ ഇ കെ ഉസ്താദ് ഒരു കാര്യം പറയുമ്പോൾ ആളുകൾ അതിനോട് നല്ല രൂപത്തിൽ സമീപിക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം അവർ സ്വന്തം വകയിൽ പറയൂല, അല്ലേ? അവരുടെ മശായിഖിൽ നിന്ന് കിട്ടിയ രൂപത്തിൽ അതിന്റെ മട്ടത്തിൽ ജീവിതത്തിൽ അത് കാണിച്ചു കൊടുത്ത് പറയുമ്പോൾ അതിനൊരു ആധികാരികത ഉണ്ടായിരുന്നു. അതോ ശംസുൽ ഉലമ പറയുന്നത് മശായിഖന്മാരുടെ നിർദ്ദേശപ്രകാരമാണ്. ശംസുൽ ഉലമ വലിയ മഹാനാണ്. ആ ശംസുൽ ഉലമയുടെ വാക്കുകൾ അത് മശായിഖന്മാരുടെ നിർദ്ദേശപ്രകാരമേ പറയുകയുള്ളൂ, അതുകൊണ്ട് അതിന് വലിയ അംഗീകാരം ഉണ്ടായിരുന്നു എന്നാണ് നൗഷാദ് പറയുന്നത്. എന്നാൽ മശായിഖന്മാരുടെ നിർദ്ദേശത്തിലല്ലാതെ സംസാരിക്കാത്ത ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ തെറ്റാണ്, ളാല്ലും മുദില്ലുമാണെന്ന് പ്രഖ്യാപിച്ച ഒരു ത്വരീഖത്താണ്, കള്ള ത്വരീഖത്താണ്, ഏറ്റവും വലിയ പിഴച്ച ത്വരീഖത്താണ് വേങ്ങാട് ത്വരീഖത്ത് എന്ന് പറയുന്ന ത്വരീഖത്ത്. ആ ത്വരീഖത്തിൻ്റെ പരിപാടിയിൽ പോയി സംബന്ധിക്കുകയും അവരുമായുള്ള എല്ലാവിധ കൂട്ടുകെട്ട് ബന്ധവും ഈ നൗഷാദ് കുരുവട്ടൂരി സംഘത്തിനുണ്ടെന്ന് തെളിയിക്കാനാണ് ഞാനിവിടെ പോകുന്നത്. ആദ്യം ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ എന്താണ് വേങ്ങാട് ത്വരീഖത്തിനെ കുറിച്ച് പറഞ്ഞ് നമുക്കൊന്ന് കേൾക്കാം. വേങ്ങാട്ട ശൈഖിനെ തെറ്റിദ്ധരിച്ചുകൊണ്ട്, ഈ പിഴച്ച മനുഷ്യനെ തെറ്റിദ്ധരിച്ചുകൊണ്ട് ലാല്ലും മുദില്ലുമാണ്, പിഴച്ചു പോയതാണ്, പിഴപ്പിക്കുകയാണെന്ന് ശംസുൽ ഉലമ പറഞ്ഞ ഈ മനുഷ്യൻ ആരെങ്കിലും തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ടെങ്കിൽ മുസ്ലിമീങ്ങളെ ഇദ്ദേഹം വലിയ അബദ്ധത്തിലാണുള്ളത്. അപ്പോൾ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ മശായിഖന്മാരുടെ നിർദ്ദേശപ്രകാരം പറഞ്ഞു ളാല്ലും മുദില്ലുമാണ്. വേങ്ങാട് ത്വരീഖത്ത് ആ ഷെയ്ഖ് ളാല്ലും മുദില്ലുമാണെന്ന് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ ഷെയ്ഖിൻ്റെ പരിപാടിയിൽ ഈ കുരുവട്ടൂരികൾ സംബന്ധിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ഞാനിവിടെ പുറത്തുവിടാൻ പോകുന്നത്. അതിനു മുമ്പായി ഈ വേങ്ങാട് മഹലിൻ്റെ ജമാഅത്ത് സെക്രട്ടറി പറയുന്നു, ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ എന്താണ് ഇവരെക്കുറിച്ച്, ഈ വേങ്ങാട് കള്ള ഷെയ്ഖിനെ കുറിച്ച് പറഞ്ഞതെന്ന് നമുക്കൊന്ന് കേൾക്കാം. പരിശുദ്ധ ശരീഅത്തിനെതിരെ പരസ്യമായി വെല്ലുവിളിച്ച് പാവപ്പെട്ട വിശ്വാസികളുടെ ഈമാൻ വഞ്ചിച്ചുകൊണ്ട് വേങ്ങാട് മഹലിന്റെ ഹൃദയഭാഗത്ത് ആസ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നു ഒരു കള്ള ശൈഖാണ് ആബുക്ക എന്ന കാര്യം ഞങ്ങൾ ഈ ഹർജിയിൽ എഴുതാതെ തന്നെ മഹലിലെ ആബാലവൃദ്ധം ജനങ്ങൾക്കും അറിയാവുന്ന പരമാർത്ഥമാണ്. ലെറ്ററാണ് ഞാൻ വായിക്കുന്നത്, എന്റെ അഭിപ്രായമല്ല. കള്ള ശൈഖിന്റെ പ്രവർത്തനം ഇസ്ലാമിക വിരുദ്ധമാണെന്നും അതിനെ ഈ നാട്ടിൽ നിന്നും എന്നേക്കുമായി ഉന്മൂലനം ചെയ്യണമെന്നും അത്തരം പ്രസ്ഥാനത്തോട് യാതൊരു കാരണവശാലും സഹകരിക്കരുതെന്നും എല്ലാ അർത്ഥത്തിലും അവരെ ഒറ്റപ്പെടുത്തണമെന്നും സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറിയും പണ്ഡിത വര്യനുമായ മഹാനായ ശംസുൽ ഉലമ ഇ കെ ഉസ്താദ് നവറല്ലാഹു മർക്കദഹു അവറുകൾ വേങ്ങാട് ജമാഅത്ത് സംഘടിപ്പിച്ച പണ്ഡിതർ തിങ്ങി നിറഞ്ഞ വമ്പിച്ച ഒരു യോഗത്തിൽ ആധികാരികമായി ഫത്വ നൽകുകയുണ്ടായി. ഷെയ്ഖുന അവറുകൾ ഈ പറയുന്ന ഷെയ്ഖിന്റെ സിൽസിലക്ക് അടിസ്ഥാനമായ കുൽസാറെ ഖദീർ എന്ന പ്രമാണ ഗ്രന്ഥത്തിൽ ഉൾക്കൊള്ളുന്ന വിശ്വാസ വൈകല്യങ്ങളും അബദ്ധ ജടില പരാമർശങ്ങളും ഷൈഖുന സദസ്സിന് മുമ്പാകെ തുറന്നു കാട്ടുകയുണ്ടായി. അരേ ശംസുൽ ഉലമ ഉസ്താദ്, പരിശുദ്ധ ഖുർആൻ യഥാർത്ഥ ഖുർആൻ അല്ലെന്നും യഥാർത്ഥ ഖുർആൻ അവസാന നാളിൽ ഇറങ്ങി വരുമെന്നും അദ്ദേഹത്തിന്റെ കുൽസാറെ ഖദീർ എന്ന ഗ്രന്ഥത്തിൽ പറയപ്പെടുന്നു. പരിശുദ്ധ ഖുർആനെ നിഷേധിച്ച ഈ കള്ള ശൈഖിന്റെ പോക്ക് അവസാനിപ്പിക്കണമെന്നും സാധുക്കളുടെ ഈമാൻ കാത്തു സൂക്ഷിക്കണമെന്നും ഷൈഖുന ഫത്വയിൽ സദസ്സിനോടും പ്രത്യേകിച്ച് മഹല്ല് ജമാഅത്തിനോടും ആവശ്യപ്പെടുകയുണ്ടായി. സത്യമാണ്, നമുക്ക് ഓർമ്മയുണ്ട്, നമ്മളൊക്കെ ചെറിയ കുട്ടികളാണ്. തുടർന്ന് സംഘടിപ്പിച്ച മറ്റൊരു വേദിയിൽ ഇപ്പോഴത്തെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറിയും തരീഖത്തിന്റെ ആധികാരിക പണ്ഡിതനുമായ ശൈഖുന സൈനുദ്ദീൻ മുസ്ലിയാർ ചെറുശ്ശേരി ഈ കള്ള ശൈഖിന്റെ പ്രവർത്തനങ്ങളെ രൂക്ഷമായി വിമർശിക്കുകയുണ്ടായി. കൂടാതെ ശൈഖുന കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അവറുകൾ ജമാഅത്ത് കമ്മിറ്റി കൊണ്ടുവരികയും അദ്ദേഹം ഈ ഷെയ്ഖിന്റെ പ്രവർത്തനം ഇസ്ലാമിക വിരുദ്ധമാണ് എന്നും അത്തരം പ്രസ്ഥാനവുമായി സഹകരിക്കുന്നത് അനിസ്ലാമികമാണെന്നും അദ്ദേഹം സദസ്സിനെ ഓർമ്മിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ചെറുശ്ശേരി ഉസ്താദിന്റെ ഫത്വ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയും അതുപോലെ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരും ബഹുമാനപ്പെട്ട AP ഉസ്താദും എല്ലാവരും ഒറ്റയടിക്ക് കള്ള ഷെയ്ഖാണ്, അതുപോലെ പിഴച്ചവനാണ്, ളാല്ലും മുദില്ലുമാണെന്ന് പ്രഖ്യാപിച്ച ഈ ഷെയ്ഖ്, ഈ കള്ള ഷെയ്ഖുമായി ഈ കുരുവട്ടൂരികൾക്ക് ബന്ധമുണ്ട് എന്ന് മാത്രമല്ല, ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വേങ്ങാട് ഷെയ്ഖ് എന്ന് പറയുന്ന ഈ വ്യക്തിക്ക് ഉള്ള വാദങ്ങൾ മുസ്ലിം ലോകത്ത് തന്നെ അന്യമായ കാര്യങ്ങളാണ്. വളരെ പിഴച്ച വാദങ്ങളാണ് ഇവർ കൊണ്ടു നടക്കുന്നത്. ഇർഫാനി തന്നെ പറയുന്നത് നമുക്ക് കേൾക്കാം. ഷെയ്ഖ് പറയുന്ന ഒരു വാദം നിങ്ങൾ നോക്കൂ. അദ്ദേഹം പറയുന്നത് എന്റെ മുരീദാകാൻ മതമൊന്നും വേണ്ട, ഏത് മതക്കാരനും എന്റെ മുരീദാകാം, എന്റെ മുരീദിന് ജാതിയും ഇല്ല മതവും ഇല്ല, സർവ്വർക്കും എന്റെ തരീഖത്ത് കൊടുക്കുന്നതാണ്. മുസ്ലിം ആകണമെന്നില്ല, എന്റെ മുരീദിന് മതമില്ല, ജാതിയില്ല, ഏത് മതക്കാരനും ഞാൻ തരീഖത്ത് കൊടുക്കും.
അതുകൊണ്ട് അവനിക്ക് അമ്പലത്തിലും പോകാം, അവനിക്ക് പള്ളിയിലും പോകാം, അവനിക്ക് ചർച്ചിലും പോകാം, അവർക്ക് ജൂത ദേവാലയത്തിലും പോകാം, സർവ്വസ്ഥലത്തും അവനിക്ക് പോകാം. ആ പോകുന്ന ആളുകൾക്കൊക്കെ എൻ്റെ അടുത്ത് വരികയും ചെയ്യാം. കാരണം ഞാൻ തരീക്കത്ത് കൊടുക്കുന്നത് ആത്മാവിനാണ്. ആത്മാവിന് ഭാഷയില്ല, ആത്മാവിന് ലിംഗഭേദ വ്യത്യാസമില്ല, ആത്മാവിന് മതമില്ല, ആത്മാവിന് ആദിയില്ല, ആത്മാവിന് അവസാനമില്ല. ആത്മാവ് ലോകത്ത് പരന്നു കിടക്കുകയാണ്. ആരാ പറയുന്നത്? വേങ്ങാട് ശേഖ് എന്ന് പറയുന്ന ഈ അബ്ദുള്ള ഹാജി അല്ലേ, ഹാജി അല്ലേ, അദ്ദേഹം പറയുകയാണ്, ഹസരത്ത് അബ്ദുള്ള ഷാ ഖാദിരി വേങ്ങാട് ആസ്ഥാനം. ഇതിന് പോയിട്ടില്ലേ? സോറി കേട്ടോ, പറഞ്ഞു വരാം. അബ്ദുള്ള അൽ ഖദീർ എന്ന് പറയുന്ന ഈ അബ്ദുള്ള ഷെയ്ഖ് വേങ്ങാട് കല്ലാ ഷെയ്ഖ്, ഇദ്ദേഹം പറയുന്നത് ഏത് മതമാകാന്നാണ്. സുബ്ഹാനല്ലാഹ്, പോരെ. അദ്ദേഹം പറയുന്ന ആത്മാവിനെ സംബന്ധിച്ച് ആത്മാവിന് ആദിയില്ല, അത് അനാദിയാണ് എന്ന് പറഞ്ഞാൽ അത് ആരും പടച്ചതൊന്നുമല്ല, അത് പടപ്പല്ല. ഇവിടെ തന്നെ പിഴച്ചു. മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നത് എന്താണ്? മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് പടക്കാത്തവൻ. ബാക്കി സർവ്വ വസ്തുക്കളെയും അല്ലാഹു പടച്ചതാണ്. അല്ലാഹു പടക്കാത്തൊരു വസ്തുവും ഇവിടെ ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ആകാശം പടച്ചത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഭൂമി പടച്ചത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് വെള്ളം പടച്ചത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് സൃഷ്ടികളെ പടച്ചത്. അല്ലാഹു ആദ്യമായി പടച്ചത് എന്തിനെയാണ്? പല ഹദീസുകളും വന്നിട്ടുണ്ടെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല, അപ്പം നിങ്ങൾ നോക്കൂ, മതം തന്നെ വേണ്ട, ഏത് മതമായാലും കുഴപ്പമില്ല എന്ന് പറയുന്ന ഈ ഷെയ്ഖ്, അതാണ് ഈ കള്ള ഷെയ്ഖിൻ്റെ വാദങ്ങൾ. അങ്ങനെ ഒരുപാട് പിഴച്ച നിസ്കരിക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെ ഒരുപാട് പിഴച്ച വാദങ്ങളുള്ള ഒരു ഷെയ്ഖാണ്, കള്ള ഷെയ്ഖാണ് ഈ വേങ്ങാട് ത്വരീഖത്ത് എന്ന് പറയുന്ന ഈ വേങ്ങാട് ത്വരീഖത്തും അവരുടെ പ്രസ്ഥാനവും അവരുടെ ഷെയ്ഖും ഒക്കെ. ഈ ബഹുമാനപ്പെട്ട ശംസുലനും മശായിഖുമാരെ നിർദ്ദേശപ്രകാരം ലാല്ലും മുതില്ലുമാണെന്ന് പ്രഖ്യാപിച്ച ഇയാളുടെ ഉറൂസിന് സാക്ഷാൽ ഈ കുരുവട്ടൂരി ഷെയ്ഖിൻ്റെ നിർദ്ദേശപ്രകാരം അൻവരി പങ്കെടുത്തിട്ടുണ്ട്. ഞാനതിൻ്റെ വീഡിയോ സഹിതമാണ് ഇവിടെ പ്രദർശിപ്പിക്കുന്നത്, എല്ലാവരും കേൾക്കുക. ഇയാൾ അവിടെ പോയിട്ട് ഇയാളുടെ ഈ ലാല്ലും മുതില്ലുമാണെന്ന് ശംസുലമ പ്രഖ്യാപിച്ച ഈ ഷെയ്ഖിൻ്റെ ഉറൂസിന് പോയിട്ട് അവിടെ പോയിട്ട് പ്രസംഗിക്കുകയാണ്. എന്തെന്നറിയോ? ഈ മജ്ലിസ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഖ്യാപിച്ച റൗളത്തും മിൻ റിയാദിൽ ജന്ന എന്ന് പറയുന്ന സ്വർഗീയ പൂന്തോപ്പാണ് ഈ സദസ്സ് എന്ന് പറയുകയും എന്നിട്ട് ആ സദസ്സിലുള്ള ആളുകൾ കയ്യൊട്ടാണ്. എന്ത് ഇസ്ലാമിക സംസ്കാരമുള്ളത്? എന്നിട്ട് ഇതാണല്ലോ ഈ അൻവരിയുടെ കുരുവട്ടൂർ ഷെയ്ഖ്, ഈ ഷെയ്ഖിൻ്റെ നിർദ്ദേശപ്രകാരം അൻവരിയോടെ പോയതാണ്. എന്നിട്ട് ഇവരാണ് ഇപ്പോൾ വലിയ ഷെയ്ഖ് അല്ലേ? പച്ചക്ക് ലാല്ലും മുതില്ലുമാണെന്ന് ശംസുലമ പ്രഖ്യാപിച്ച വേങ്ങാട് ത്വരീഖത്തിൻ്റെ പരിപാടിയിൽ പോയി സംബന്ധിക്കുന്ന ഇവർ കള്ള ഷെയ്ഖാണെന്ന്, ഇവർ കള്ള ത്വരീഖത്താണെന്നുള്ളതിന് കുരുവട്ടൂരികൾ പിഴച്ചവരാണെന്ന് ഇതിനും വലിയ തെളിവ് വേറെ എന്താ വേണ്ടിയത്? നിങ്ങൾ നോക്കൂ, അൻവരി പറയുന്നത് കേട്ടോളൂ. ഭൂമിയിലുള്ള സ്വർഗം എന്ന് ഹബീബരായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശേഷിപ്പിച്ച ആ സ്വർഗത്തോപ്പുകളിൽ ഒന്നാണ് നമ്മുടെ ഈ മജ്ലിസ്. മഹാന്മാരായ കയ്യൂട്ടാണ് ഇവരുടെ പരിപാടി പോയിട്ട് അവിടുത്തെ സദസ്സിലുള്ള ആളുകൾ കയ്യൂട്ടുക കണ്ടില്ല നിങ്ങൾ? ഉറൂസെ ഉപ്പാവ. അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ എന്ന് പറയുമ്പോൾ തന്നെ അള്ളാഹു എന്നതുമായി ബന്ധപ്പെട്ട ആനന്ദവും അതിൻ്റെ ആസ്വാദനങ്ങളും ലഭിക്കുന്ന ഇടം അത് മഹാന്മാരുടെ സന്നിധിയാണ്. സാക്ഷാൽ ബഹുമാനപ്പെട്ട ശംസുലുലമ പിഴച്ചവരാണെന്ന് പ്രഖ്യാപിച്ച ശംസുലുലമ തന്നെ അവിടുത്തെ പ്രസംഗം കൊണ്ട് അവിടെ പോയി വേങ്ങാട് പോയി പ്രസംഗിച്ച് ഈ ത്വരീഖത്തിനെതിരെ പ്രസംഗിച്ചിട്ടുണ്ട്. ആ ത്വരീഖത്തുമായുള്ള എല്ലാവിധ ടൈയപ്പും എല്ലാവിധ ഒത്തുകളിയും ഈ കുരുവട്ടൂരികൾക്കുണ്ട്. എന്നിട്ട് ഈ കുരുവട്ടൂരി ഷെയ്ഖാണോ അപ്പോൾ വലിയ മശായിഖന്മാരിൽപ്പെട്ട ആൾ? ഇവരാണോ വലിയ ഹോജാക്കൾ? ഇവർക്ക് ശംസുലുലമ പറയാൻ എന്ത് അധികാരമുള്ളത്? ബഹുമാനപ്പെട്ട ശംസുലുലമ ലാല്ലും മുതില്ലുമാണെന്ന് പ്രഖ്യാപിച്ച ത്വരീഖത്തുമായി എല്ലാവിധ ടൈയപ്പും നടത്തിയിട്ട് എന്നിട്ട് ഇവർ പറയാം ശംസുലുലമയിൽ മാതൃകയുണ്ട്. എന്ത് മാതൃകയാണ് നൗഷാദിന് എനിക്കുള്ളത്? അതുകൊണ്ട് സമുദായത്തിലുള്ള ആളുകൾ പ്രത്യേകിച്ച് ശംസുലുലമയിൽ മാതൃകയുണ്ടെന്ന് പറഞ്ഞ് ഇതിൽ തെറ്റിദ്ധരിച്ചു പോയ ആളുകളെല്ലാവരും മനസ്സിലാക്കുക, കുരുവട്ടൂരികൾ ലോക കപടന്മാരാണ്. ഇതിനേക്കാളും വലിയ കപടന്മാർ ഇല്ല. അതുകൊണ്ട് എല്ലാവരും ജാഗ്രത പാലിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.